ഹലോ ഗൈസ്, ബാക്ക് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ചിക്കൻ കറി ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ ജിഞ്ചർ ഗാർലിക് ചതച്ചിട്ട് ചേർക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓണിയൻ ചോപ്പ് ചെയ്തത് ചേർക്കണം. അത് കഴിഞ്ഞിട്ട് ചില്ലി ചേർക്കണം. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഓണിയൻ ഒക്കെ എടുത്താൽ മതി. നിങ്ങളുടെ കയ്യിൽ അഥവാ ജിഞ്ചർ ഗാർലിക് ചതച്ചതില്ലെങ്കിൽ നിങ്ങൾക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആയാലും ഉപയോഗിക്കാം. അത് എന്നിട്ട് നന്നായി മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാൽ മതി, ഓപ്ഷണലാണിത്. അപ്പം ഞാൻ വെറുതെ ഇട്ടതാണ്, കണ്ടപ്പോൾ ഇട്ടു. നിങ്ങൾക്ക് വേണ്ടിയിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തരാം. അപ്പുറത്ത് ഞാൻ അപ്പം ചൂടാണ്. എന്നിട്ട് എൻ്റെ ബ്രേസ്ലെറ്റിൻ്റെ ഷോ കാട്ടണല്ലോ, എൻ്റെ ഫ്രണ്ട് അന്നതാണിത്. അപ്പുറത്ത് അപ്പം ചൂടുന്നത് ഈ ചിക്കൻ കറിയുടെ ഒപ്പം കഴിക്കാനുണ്ട്. ലാസ്റ്റിൻ്റെ റിവ്യൂ ഉണ്ട്, അത് നോക്കണം. എന്നിട്ട് നമുക്ക് പൊടിയിലോട്ട് പോവാം. കൊറിയാണ്ടർ പൗഡർ, ചില്ലി പൗഡർ, കാശ്മീർ പൗഡർ അത് ഓപ്ഷണലാണ്. പിന്നെ ബ്ലാക്ക് പെപ്പർ, മഞ്ഞൾപ്പൊടി, പിന്നെ മീറ്റ് മസാല, എഗ് മസാല, ചിക്കൻ മസാല. ഈ മസാലാസ് പറഞ്ഞാൽ ചിക്കൻ മസാലയാണ് മെയിൻ. ബാക്കിയുള്ള മസാല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഞാൻ വെറുതെ ഇട്ടതാണ് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ആ മസാലയുടെ മണം പോണ വരെ നിങ്ങൾ മിക്സ് ചെയ്യണം. ഇതാണ് എൻ്റെ സീക്രട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചെയ്യാം. എന്നാൽ നന്നായി മിക്സ് ചെയ്തിട്ട് ആ മസാലയുടെ മണം പോണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഞാൻ അപ്പുറത്തെ ഈ അപ്പം വേവന്ത് കണ്ടില്ല, ഇച്ചിരി കരിഞ്ഞു പോയി. എന്നാലും വേറെ ഒക്കെ ഉണ്ടല്ലോ, അത് വെച്ചാണ് ഞാൻ റിവ്യൂ നടത്തിയത്. എന്നിട്ട് ഈ ക്യാമ്പനം കുടിക്കുന്നത് അതിൻ്റെ ഉള്ളിലോട്ട് ആഡ് ചെയ്യാനില്ല, വെറുതെ ഇങ്ങനെ പണിയെടുത്തിരിക്കുമ്പോൾ കുടിക്കാൻ നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കനാണ് ആഡ് ചെയ്യണേ. ചിക്കൻ കറിയിൽ ചിക്കൻ വേണം. അപ്പം ഞാൻ സ്ലോ മോയിലാണ് ഇടുന്നത്. എനിക്കറിയില്ല എന്താണെന്ന്. എനിക്ക് ചിക്കൻ തൊടുന്നത് അത്ര ഇഷ്ടമല്ല. ഈ ലിവർ എൻ്റെ ചേച്ചിക്കാണ്. എൻ്റെ ചേച്ചി ലിവറും കഴിക്കും. എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല ചിക്കൻ്റെ ലിവറൊന്നും. എന്നിട്ട് അത് ഇടണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതൊന്ന് മിക്സ് ചെയ്യണം മസാലയുടെ ഒപ്പം. മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിൽ വെള്ളം ഇടണം. വെള്ളം നിങ്ങളുടെ ആവശ്യത്തിന് ഇടണം കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഞാൻ ഉപ്പിട്ടില്ല. വെള്ളം ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉപ്പിട്ടത് കേട്ടോ. എന്നാൽ നമ്മൾ വെള്ളം ഇട്ടിട്ട്, ഞാൻ എൻ്റെ ആവശ്യത്തിനാണ് വെള്ളം ഇട്ടത്, നിങ്ങളുടെ ആവശ്യത്തിന് നിൽക്കണം. ഞാൻ അതിൻ്റെ സൈഡിൽ എൻ്റെ അമ്മയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇത്രയും വെള്ളം മതിയോ. എനിക്ക് അതിൻ്റെ കണക്കൊന്നും അറിയില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കണം. അടച്ചു വെച്ചിട്ട് ഇപ്പം ഞാൻ ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് തുറക്കണേ. നന്നായിട്ട് ബോയിലായിട്ടുണ്ട്. ചിക്കനൊക്കെ വെന്തോന്ന് നിങ്ങൾ എന്നെ നോക്കണം. എന്നിട്ട് അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഇടണം. ഇതെന്താണെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കണം. തേങ്ങ ആദ്യം വറുക്കണം. വറുത്തിട്ട് അതിലോട്ട് ചിക്കൻ പൗഡർ, ചിക്കൻ മസാല ഇടണം. അത് ചിക്കൻ മസാല ഇടുന്നത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് അതില്ലെങ്കിൽ നിങ്ങൾക്കുള്ള മസാല ഇടാം. അത് വറുക്കണം. വറുത്തിട്ട് നമ്മുടെ ഗ്രൈൻഡറിലിട്ട് വെള്ളം ഇട്ട് ഇച്ചിരി അരയ്ക്കണം. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു പാക്കറ്റിൽ പൗഡർ ഇട്ടോ, അത് അതിലിട്ടാൽ മതി. ഇതും ഓപ്ഷണലാണ്. ഞാൻ വെറുതെ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാണ് ഞാൻ ഇട്ടത്. എന്നിട്ട് ഇതിട്ടിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് അതൊന്ന് ബോയിലായിട്ട് നമുക്ക് കഴിക്കണം. ഇതെൻ്റെ റിവ്യൂ ആണ്. അപ്പം ഞാൻ കഴിക്കാൻ പോവാണ്. ടേസ്റ്റിനോ നമുക്ക് പറയാം. ചിക്കൻ നല്ല ചൂടുണ്ടായിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ബൈ ഗൈസ്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.